ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിനുള്ളിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന തിരുവചനമാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് ഈ വചനം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്ര എന്ന് ചോദിച്ചാൽ, തൻ്റെ സ്വന്തം മകനെ പോലും വേണ്ട എന്ന് വയ്ക്കാൻ തക്ക രീതിയിൽ, നഷ്ടപ്പെടുത്താൻ തക്ക രീതിയിൽ അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മെ തൻ്റെ ഏകപുത്രനേക്കാളും അധികമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുവാൻ, നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നത് എപ്പോഴാണ്? നമുക്ക് കിട്ടുന്നത് കൊടുക്കുന്നതിനേക്കാളും വലുതായിട്ട്, മേന്മയുള്ളതായിട്ട്, വിശിഷ്ടമായിട്ട് മാറുമ്പോഴാണ് കയ്യിലുള്ളത് നഷ്ടപ്പെടുത്തി നാം മറ്റത് വാങ്ങിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ, ദൈവം തൻ്റെ ഏകപുത്രനെ നഷ്ടപ്പെടുത്താൻ തയ്യാറായത് നമുക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിച്ചു എന്നതിന് ഇതിൽ പരം മറ്റൊരു വ്യാഖ്യാനം നൽകാൻ സുവിശേഷത്തിന് കഴിയില്ല. പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹാം മോറിയ മലയിലേക്ക് തൻ്റെ പുത്രൻ ഇസഹാക്കിനെയും കൊണ്ട് ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് ബലിയർപ്പണത്തിന് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ആ മകൻ അറിഞ്ഞുകൂടാ ഈ യാത്ര തന്നെ സ്വർഗത്തിന്, പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടിയാണെന്ന്. അതുകൊണ്ട് ഈ യാത്രയിൽ മകൻ ഇസഹാക്ക് തൻ്റെ അപ്പൻ അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പിതാവേ, ബലിക്കുള്ള വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എന്നാൽ ബലിയർപ്പണത്തിനുള്ള കുഞ്ഞാട് എവിടെ എന്ന ഈ മകൻ്റെ ചോദ്യത്തിന് അപ്പൻ നൽകുന്ന ഉത്തരം ദൈവം തരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം അന്ന് മാറ്റിവെച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് പുത്രനായ ക്രിസ്തു എന്നുള്ളതാണ് സുവിശേഷങ്ങളുടെ സുവിശേഷമായി ഈ വചനത്തെ മാറ്റിയിരിക്കുന്നത്. അബ്രാഹാം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം പുത്രനായ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നിർവഹിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയും എന്ന മനുഷ്യൻ്റെ ചോദ്യത്തിന് സ്വർഗം നൽകിയ ഉത്തരമാണ് ഇത്. ആകയാൽ നമ്മെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഈ ദൈവത്തെ എത്രത്തോളമാണ് നാം സ്നേഹിക്കുന്നത്? തനിക്ക് ഏറ്റവും വിശിഷ്ടമായതിനെ നമുക്ക് വേണ്ടി അവൻ നഷ്ടപ്പെടുത്തുമ്പോൾ നാം എന്ത് നമ്മുടെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്? ബലിയർപ്പണത്തിന് വരുമ്പോൾ പോലും ഒരു 5-10 മിനിറ്റ് കൂടിയാൽ വാച്ച് നോക്കി അസ്വസ്ഥരായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ പോകുന്ന പലരും നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ദൈവമായ കർത്താവിന് വേണ്ടി ഒരു 5-10 മിനിറ്റ് പോലും മാറ്റിവെക്കാൻ, എക്സ്ട്രാ ടൈം കൊടുക്കാൻ നമുക്കില്ല. നമ്മുടെ യാത്രകളിൽ, ഇങ്ങനെ വഴിയാത്രകളിൽ ബ്ലോക്കിൽപ്പെട്ടൊക്കെ എത്ര മിനിറ്റ് പോയാലും നമുക്ക് പ്രശ്നമില്ല. ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാത്തിരുന്ന് മണിക്കൂറുകൾ നമ്മൾ കളഞ്ഞാലും നമുക്ക് നഷ്ടമില്ല. ഒരു ഫിലിം കാണാൻ വേണ്ടി പോയി മണിക്കൂറുകൾ അവിടെ നിന്നാലും നമുക്ക് നഷ്ടമില്ല. എന്നാൽ അവൻ്റെ അരികിലേക്ക്, അവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച സ്നേഹത്തിൻ്റെ പരമമായ ബലിയർപ്പണത്തിനായിട്ട് ഒരു 5-10 മിനിറ്റ് നേരത്തെ വരാൻ, ബലിയർപ്പണം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റെങ്കിലും അവനോടൊപ്പം ഇരിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സമയമില്ലാതെ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സ്നേഹമൊന്നും അത്ര ആഴത്തിലുള്ള സ്നേഹമല്ല. ആരെയൊക്കെയോ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒക്കെ വേണ്ടിയുള്ള ഒരു അധര വ്യായാമം കണക്കെ, അല്ലെങ്കിൽ ഒരു പരിശ്രമം കണക്കെ മാത്രമായിട്ട് മാറിപ്പോകുന്നുണ്ട്.
പിതാവായ ദൈവത്തിന് ഇതിലപ്പുറം നൽകാനായിട്ട് ഒന്നുമില്ല. തൻ്റെ ചങ്കിനോട് ചേർത്ത് വെച്ചതിന് പറിച്ചെടുത്ത് നമുക്ക് നൽകിയതാണ് പരമപരിശുദ്ധമായ ഈ ബലിയെങ്കിൽ, ആ ബലിയിലേക്ക് ഓടിയെത്തേണ്ട അവിടുത്തെ മക്കളായ നാം എത്രയേറെ കൊതിയോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ വന്നെത്തേണ്ട ഒന്നാണ് പരമമായ ഈ ബലിയർപ്പണം, വിശുദ്ധമായ ഈ അൾത്താര. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ ഈ ബലിക്കല്ല് എന്നും നമ്മുടെ ജീവിതത്തിൽ എനിക്കെൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന ഇടമായി മാറട്ടെ. അവൻ തൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ കുരിശിലേക്ക് നടന്നു കയറിയത് മരിക്കാൻ വേണ്ടിയാണ്. ആ സ്നേഹം പിതാവ് എത്രത്തോളം ഈ ലോകത്തെ സ്നേഹിച്ചു, അതിനേക്കാളും അധികമായി പുത്രൻ നമ്മെ സ്നേഹിച്ചു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അവൻ കുരിശിലേക്ക് നടന്നു കയറിയത് എന്നും അനുഗ്രഹത്തിൻ്റെ അൾത്താരയിൽ കുർബാന അപ്പമായിട്ട് മാറാൻ. അപ്പോൾ എത്ര അധികമായ ആഴമുള്ള സ്നേഹത്തോടെ ആ കുർബാന അപ്പം സ്വന്തമാക്കാൻ, സ്വീകരിക്കാൻ നാമും കടന്നു വരണം.